യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അരുൺ CA ആണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. കോൺഗ്രസ് കുന്നമ്മറ്റയിൽ ഏറ്റെടുത്ത ഭൂമിയുമായി ബന്ധപ്പെട്ട് ധാരാളം ആക്ഷേപങ്ങളും വിവാദങ്ങളും ഉണ്ടല്ലോ. അതിനോട് താങ്കൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത്? ആദ്യം തന്നെ പറയാനുള്ളത്, കോൺഗ്രസിനെതിരെ ഇന്ന് കൽപ്പറ്റയിൽ യുവജനതാദളിൻ്റെ നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകളെ പാടെ തള്ളിക്കളയാണ്. കാരണം കോൺഗ്രസ് പോലൊരു പാർട്ടി പ്രളയദിനം മുതൽ ഈ ഒരു നിമിഷം വരെ പ്രളയബാധിതരോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടി പ്രളയമുണ്ടായ സമയം മുതൽ പാർട്ടിയും യൂത്ത് കോൺഗ്രസും ഒരുപോലെ പ്രളയബാധിതരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രളയബാധിത പ്രദേശത്തിലടക്കം അവരുടെ ക്യാമ്പുകളിൽ ക്യാമ്പ് വിട്ട് വീടുകളിലേക്ക് പോകുമ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നൽകിക്കൊണ്ട് ഭക്ഷണ സാധനങ്ങൾ, മരുന്നുകൾ, അങ്ങനെ ഒരു സാധാരണക്കാരൻ, ഒരു പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളെ കണ്ണീരിൽ ചേർന്ന് നിന്ന് അവൻ്റെ കണ്ണീരൊപ്പാൻ ശ്രമിച്ചൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു. കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ഒരുപാട് ചെയ്തു. എന്നാൽ മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്, മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് ചെയ്യുന്നത്. കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണല്ലോ, സർക്കാരല്ലല്ലോ. പാർട്ടി സംവിധാനങ്ങളിൽ നിന്നും കണ്ടെത്തിയ തുക ഉപയോഗിച്ചുകൊണ്ട് ഒരു പാർട്ടി ഈ പ്രയാസത്തിൻ്റെ ആഴവും വ്യാപ്തിയും മനസ്സിലാക്കിക്കൊണ്ട് പ്രഖ്യാപിച്ചതാണ് ഈ വീടും പുനരധിവാസ പദ്ധതിയും. ആ പദ്ധതി നടപ്പിലാക്കാൻ ഇത്രയും കാലം താമസമെടുത്തത് എന്ത് എന്ന് ചോദിച്ചാൽ, അതിൻ്റെ കാരണക്കാരാര് എന്ന് ചോദിച്ചാൽ അത് കേരള സർക്കാരാണ്. കേരളത്തിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി, ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അവർക്ക് പെട്ടെന്ന് അവരുടെ പുനരധിവാസം ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും അത് സർക്കാരിൻ്റെതായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രഖ്യാപിച്ച രാഷ്ട്രീയ പാർട്ടികൾ, സന്നദ്ധ സംഘടനകൾ, അങ്ങനെ പല ആളുകളും ഇന്നലെയും ഞാൻ ഇന്ന് മത്സരിച്ച് ജയിച്ച മൂപ്പൈനാട് ഒരു സഭയുടെ 8 വീടിൻ്റെ തറക്കല്ലിടൽ നടന്നു. അപ്പോൾ അവരൊക്കെ എന്തുകൊണ്ട് ഇത്ര വൈകി? അങ്ങനെ എത്രയോ സംഘടനകൾ ഇന്നും വീടിൻ്റെ നിർമ്മാണ പ്രവൃത്തിയായിട്ട് മുന്നോട്ട് പോവുക, പല ഭാഗങ്ങളിലായിട്ട്. ഇന്ന് സർക്കാർ ടൗൺഷിപ്പ് പണിയുന്നുണ്ട്. ആ ടൗൺഷിപ്പ് പണിയുന്ന സ്ഥലം ഇതിനു മുന്നേ എടുത്ത് അത് ഈ പ്രഖ്യാപിച്ച സംഘടനകൾക്കും പാർട്ടികൾക്കൊക്കെ നിശ്ചിതമായിട്ടുള്ള ഏരിയ നിർണയിച്ച് അവർ ഇത്തരത്തിലൊരു പ്ലാന് ഉണ്ടാക്കി, ഈ പ്ലാനിൽ, ഈ ക്വാളിറ്റിയിൽ, ഈ ക്വാണ്ടിറ്റിയിൽ ഇത്രയും സംവിധാനങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് അതിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തിക്കൊണ്ട് നിർമ്മിക്കണമെന്ന് പറഞ്ഞ്, നിങ്ങൾ പ്രഖ്യാപിച്ച വീടുകൾ നിർമ്മിക്കണമെന്ന് സർക്കാർ മുൻകൈയെടുത്ത് അന്നത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് കോൺഗ്രസ് അടക്കമുള്ള പ്രഖ്യാപിച്ച മുഴുവൻ പാർട്ടികളും മുഴുവൻ സംഘടനകളും വീട് നിർമ്മിക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് സർക്കാർ കണ്ടെത്തിയതിലധികം ആളുകൾ, അർഹരായിട്ടുള്ള ആളുകളുണ്ട്, ഈ ലിസ്റ്റിൽ നിന്നും തഴയപ്പെട്ട ആളുകളുണ്ട്. അവരെയൊക്കെ ചേർത്ത് നിർത്താൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനം സർക്കാരിന് ഒരുക്കാമായിരുന്നു. സർക്കാർ അതൊന്നും ചെയ്തില്ല. അതൊക്കെ പോട്ടെ, നമ്മുടെ വിഷയം ഇപ്പോൾ കോൺഗ്രസ് ഭൂമിയെടുത്തതുമായിട്ട് ബന്ധപ്പെട്ട വലിയ പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ നമ്മൾ കണ്ടു. സ്ഥലം ഏറ്റെടുത്തത് ആദ്യം മുസ്ലിം ലീഗ് സ്ഥലം ഏറ്റെടുത്തപ്പോൾ അവിടെ ഉണ്ടാക്കാവുന്ന എല്ലാ പ്രതിസന്ധികളും സർക്കാർ ഉണ്ടാക്കി. അതിനുശേഷമാണ് കോൺഗ്രസ് സ്ഥലമെടുക്കുന്നത്. കോൺഗ്രസ് സ്ഥലമെടുക്കുമ്പോൾ ആ സ്ഥലമെടുത്തതിന് ശേഷം നിയമക്കുരുക്കുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി പഴുതുകളടച്ചാണ് കോൺഗ്രസ് പാർട്ടി സ്ഥലമെടുത്തിട്ടുള്ളത്. ആ കോൺഗ്രസ്സിന് അവിടുത്തെ ആളുകളുമായി സംസാരിച്ചപ്പോൾ അവരുടെ ഒരു പൊതുവികാരം എന്ന് പറയുന്നത്, കോൺഗ്രസ് പാർട്ടി അത്തരത്തിലൊരു വീട് നിർമ്മിക്കുകയാണെങ്കിൽ, ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുകയാണെങ്കിൽ അത് മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിക്കണം എന്നുള്ളതായിരുന്നു അവിടുത്തെ ആളുകളുടെ ആവശ്യം. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ തന്നെ സ്ഥലം അന്വേഷിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഭൂമിയുടെ പേപ്പർ കോൺഗ്രസ് പാർട്ടിയുടെ കയ്യിലെത്തി. അതിൻ്റെയൊക്കെ രേഖ പരിശോധിച്ചപ്പോൾ പലതും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത, നിയമക്കുരുക്കിൽ അകപ്പെടുന്ന തരത്തിലുള്ള സ്ഥലങ്ങളായിരുന്നു. അങ്ങനെ പഴുതുകൾ അടച്ചൊരു സ്ഥലം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തു. അതുവരെ സ്ഥലം എവിടെ, കോൺഗ്രസിൻ്റെ സ്ഥലം എവിടെ, വീട് എവിടെയെന്ന് ചോദിച്ച ആളുകൾ ചോദ്യം മാറ്റി. കോൺഗ്രസ് എടുത്ത സ്ഥലത്ത് ആനത്താരയാണെന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വയനാട് ജില്ലയിൽ ആന ഇറങ്ങാത്ത പ്രദേശങ്ങളൊന്ന് കാണിച്ചു തരാൻ ഇവർക്ക് കഴിയും? വന്യമൃഗങ്ങൾ വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒട്ടുമിക്ക പ്രദേശങ്ങളിൽ ഉണ്ടല്ലോ. പിന്നെ പറയുന്നത് ആ പ്രദേശത്ത് 2 പേര് മരണപ്പെട്ടു എന്നുള്ളതാ. ഇവർ പറയുന്നതിൽ ഒരാൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അവരെയും ഇവർ പറഞ്ഞു കൊന്നിരിക്കുകയാണ് സത്യത്തിൽ.
അവരും ഇന്നലെ നിങ്ങൾക്കടക്കം ബൈറ്റ് തന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മരിച്ചു എന്ന് ഇവർ പറഞ്ഞ് ജീവനോടെ ഇരിക്കുന്ന സിദ്ദിഖ് എന്ന് പറഞ്ഞ വ്യക്തി പറയുന്നത് ഞാൻ ഈ പ്രദേശവും കഴിഞ്ഞ് 2 കിലോമീറ്റർ അകലെയാണ് എനിക്ക് അപകടം സംഭവിച്ചത് എന്നാണ്. പിന്നെ ഒരു പാർവതി എന്നുള്ള സ്ത്രീ, നിങ്ങൾ യാഥാർത്ഥ്യം അവിടെ പോയി പരിശോധിക്കണം. ഈ സ്ഥലവുമായി ഒരു ബന്ധവുമില്ലാത്ത മറ്റൊരു ദിക്കിലാണ് അപകടം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വയനാട് ജില്ലയിൽ പല മേഖലകളിലും വന്യമൃഗ പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിലൊരു പ്രയാസമാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. എത്രയോ ആളുകൾ വയനാട് ജില്ലയിൽ വന്യമൃഗ ശല്യം കൊണ്ട് മരണപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇവരോട് ചോദിക്കുന്നത്, കോൺഗ്രസ് ഒന്നിലധികം സ്ഥലങ്ങൾ എല്ലാം റെഡിയായ ഡോക്യുമെന്റുള്ള സ്ഥലങ്ങൾ മുന്നിൽ വെച്ചിട്ടല്ല ഈ സ്ഥലം കണ്ടെത്തിയത്. കോൺഗ്രസ് നിരന്തരമായി പരിശ്രമിച്ച് എല്ലാ രേഖകളും തയ്യാറായ ഒരു ഭൂമി കണ്ടപ്പോൾ അത് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ കോൺഗ്രസിന് കഴിയും. കോൺഗ്രസ് ഇത്രയും പ്രതിസന്ധി, സർക്കാരും ഈ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ, സോഷ്യൽ മീഡിയ ആക്രമണങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഈ പ്രതിസന്ധിയിൽ തന്നെയല്ലേ കോൺഗ്രസ് സ്ഥലം എടുത്തിട്ടുള്ളത്. കോൺഗ്രസ് സ്ഥലം എടുത്ത് ചാനലുകൾ പലതും ചെന്നല്ലോ. ചാനലുകളിലെ റിപ്പോർട്ടർമാർക്ക് അറിയാലോ ഇതിൽ പ്രയാസമുള്ള സ്ഥലമുണ്ടോ, ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചാനൽ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് പറയില്ലേ. ഏതെങ്കിലും ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്ത് ഏതെങ്കിലും റിപ്പോർട്ടർ അത് പറഞ്ഞിട്ടുണ്ടോ? ഈ യുവജനതാദളിന്റെ 2 കുട്ടി നേതാക്കന്മാർ അല്ലാതെ വേറെ ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അവരുടെ ഉദ്ദേശം മറ്റെന്തോ ആണ്. ഈ പ്രളയബാധിതരായിട്ടുള്ള ആളുകൾ, സർക്കാരിന്റെ ലിസ്റ്റിൽ നിന്നും തഴയപ്പെട്ട ആളുകൾക്ക് ഒരു കാരണവശാലും ഒരു സംവിധാനത്തിന്റെ കയ്യിൽ നിന്നും അവർക്ക് കിടക്കാൻ, അവർക്ക് ഉറങ്ങാൻ, അവരെ കുടുംബത്തെ സംരക്ഷിക്കാൻ, അവരെ കുടുംബത്തിനെ സേഫായി നിലനിർത്താൻ അവർക്ക് ഒരാളും വീട് നൽകരുത് എന്ന എന്തോ ഒരു ക്രിമിനൽ ഒരു മൈൻഡോട് കൂടിയാണ് ആ യുവജന നേതാക്കൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെന്തിനാണ് കോൺഗ്രസിന്റെ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത്? സർക്കാർ ഒരു നിയമ മാനദണ്ഡങ്ങളും ഇല്ലാതെ ULCCക്ക് ഈ വീട് പണി കൊടുത്തില്ലേ? അതിനെതിരെ ഇവർക്ക് ശബ്ദം ഉയർത്താനുണ്ടോ? വയനാട് ജില്ലയിൽ ബ്രഹ്മഗിരി വിഷയത്തിൽ എത്രയോ CPMന്റെ ആളുകൾക്ക്, എത്രയോ ആളുകൾ പണം നഷ്ടപ്പെട്ട് നിൽക്കുന്നുണ്ട്. അവർക്കെതിരെ ഈ യുവജനതാദളിന്റെ ആളുകൾക്ക് ശബ്ദം ഉയർത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ വയനാടിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട്? വന്യജീവി പ്രശ്നം കോൺഗ്രസ് എടുത്ത സ്ഥലത്ത് മാത്രമല്ല, വയനാട് ജില്ലയിൽ പല പ്രശ്നങ്ങളില്ലേ, പല പ്രദേശത്ത് വന്യമൃഗ ശല്യങ്ങളില്ലേ? അവിടെയൊന്നും ഇവരെന്താ പോയി സമരം ചെയ്യാത്തത്? ഞാൻ പറയട്ടെ, കോൺഗ്രസ് സ്ഥലമെടുത്തു, കോൺഗ്രസ് അവിടെ ടൗൺഷിപ്പ് നിർമ്മിക്കും. മാതൃകാപരമായ ടൗൺഷിപ്പ് ആയിരിക്കും നിർമ്മിക്കുക. ആ നിർമ്മിച്ച ടൗൺഷിപ്പിലെ വീട് കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ട എല്ലാ സുരക്ഷയും കോൺഗ്രസ് ഉറപ്പുവരുത്തും. ഇത്രയും ചെയ്യാൻ കോൺഗ്രസിന് കഴിയുമെങ്കിൽ അവിടെ വീടുകൾ നൽകുന്ന ആളുകളുടെ പൂർണ്ണ സുരക്ഷയും കോൺഗ്രസ് ഉറപ്പുവരുത്തും എന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും വേണ്ട. പിന്നെ ഈ ഇത്രയും ഘോരം പറയുന്ന ആളുകൾക്ക് ഒറ്റ ചോദ്യത്തോടു കൂടെ ഞാൻ അവസാനിപ്പിക്കാം. RJDയുടെ യുവജനതാദൾ നേതാക്കളാണല്ലോ ഈ MLAക്കെതിരെയും കോൺഗ്രസിനെതിരെയും ഇത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, എല്ലാ പ്രചരണങ്ങൾ നിരന്തരമായി വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെന്താണ് പ്രളയബാധിതർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഞാൻ ചോദിക്കുന്നത്, ഈ പാർട്ടി RJD എന്ന പാർട്ടി എന്താണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അവര് പൊക്കി പിടിച്ചവര് മാതൃഭൂമിയുടെ കണക്കും പിടിച്ചിട്ടാ. മാതൃഭൂമിയല്ല, മാതൃഭൂമി ചെയ്തതല്ല ഞാൻ ചോദിക്കുന്നത്. മാതൃഭൂമി കേരളത്തിലെ മികച്ച ഒരു പത്രമാധ്യമ ഒരു സ്ഥാപനമാണ്. അവർ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തു. ഞാൻ ചോദിക്കുന്നത്, ഇവർ പറയുന്ന ഇവരുടെ പാർട്ടി എന്ത് ചെയ്തു എന്ന് ഇവർ പറയാൻ ഇവർക്ക് ധാർമ്മികതയുണ്ടെങ്കിൽ അത് പറയട്ടെ. അവരതും പറഞ്ഞ് യൂത്ത് കോൺഗ്രസും ചെയ്തതും അവരുടെ പാർട്ടിയും ചെയ്തതും വെച്ചിട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കട്ടെ. എന്തുകൊണ്ട് CPMന്റെ ആളുകൾ ഇതിൽ ഇത്ര വൈകാരികമായിട്ടുള്ള പ്രകടനം നടത്തുന്നില്ല, പ്രസ്താവനകൾ നടത്തുന്നില്ല? ഇവർ ഒന്നും ചെയ്യില്ല. കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടി ആർക്കും വേണ്ടി ഒന്നും ചെയ്യരുത് എന്നൊരു നിലപാടിൽ ഒരു ജനകീയനായിട്ടുള്ള ഒരു MLAക്കെതിരെ അനാവശ്യമായിട്ടുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഒരു പ്രത്യേകതരം ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി അവരെ വെല്ലുവിളിക്കുന്നു. അത്തരത്തിൽ RJD നടത്തിയിട്ടുള്ള പ്രളയബാധിത പ്രദേശത്ത് പ്രളയബാധിതർക്ക് വേണ്ടി അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളുമായിട്ട് അവർ വരട്ടെ. അത് ചോദിക്കുമ്പോൾ മറ്റു പ്രയാസങ്ങളും മറ്റു കാരണങ്ങളും ചോദിച്ച് വഴിതിരിച്ചുവിടലല്ല. ഈ വിഷയത്തിൽ അവർ നേർക്കുനേർ സംവാദത്തിന് തയ്യാറാണെങ്കിൽ അവർ കുന്നമ്പറ്റയിൽ വരട്ടെ. ഈ കോൺഗ്രസ് സ്ഥലമെടുത്ത് അവിടെ വന്നോട്ടെ, നമുക്ക് നേരിട്ട് സംസാരിക്കാം, ജനങ്ങൾ മനസ്സിലാക്കട്ടെ. അതല്ലാതെ ഒളിമറ ഇട്ടുകൊണ്ട് നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിലുള്ളവരും ചാനലുകളുടെയും ഉള്ള ഈ നിരന്തരമായിട്ടുള്ള ഈ വെല്ലുവിളികൾ അവർ മാന്യതയുണ്ടെങ്കിൽ അവസാനിപ്പിക്കണമെന്നുള്ള അഭ്യർത്ഥിക്കുകയാണ്.
അവർ കോൺഗ്രസിൻ്റെ ടൗൺഷിപ്പിനെ കുറിച്ചൊന്നും അവർ ബേജാറാവേണ്ട. അത് കോൺഗ്രസ്സിന് അറിയാം. അത് തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ പൂർത്തീകരിക്കാൻ കോൺഗ്രസ്സിനറിയാം. ഈ കോൺഗ്രസ് എന്ന പാർട്ടി ഇന്നും ഇന്ത്യയിൽ എല്ലായിടത്തും നിലനിൽക്കുന്ന പാർട്ടിയാണ്. വയനാട്ടിലടക്കം 10-34 സീറ്റിൽ മത്സരിച്ച് 1-2 ആളുകൾ മാത്രം ജയിച്ചു കയറിയ പാർട്ടിയല്ല കോൺഗ്രസ്. കോൺഗ്രസ് വയനാട് ജില്ലയിൽ വലിയ നേട്ടം, കേരളത്തിലും വലിയ നേട്ടം സൃഷ്ടിച്ച ഉണ്ടാക്കിയെടുത്ത ഒരു രാഷ്ട്രീയ പാർട്ടി. ആ രാഷ്ട്രീയ പാർട്ടിയെ പഠിപ്പിക്കാനും അവരെ വെല്ലുവിളിക്കാനൊന്നും തൽക്കാലം ഈ നേതാക്കളായിട്ടില്ല എന്നുള്ളത് മാത്രമേ ആ വിഷയത്തിൽ പറയാനുള്ളൂ. െതിരെ ആരോപണം ഉന്നയിച്ച രാഷ്ട്രീയ യുവജനതാദൾ നേതാക്കൾക്കെതിരെ കടുത്ത വിമർശനമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ അരുൺ ദേവ് സിയെ ഉന്നയിച്ചിട്ടുള്ളത്. മാത്രമല്ല, കൂടുതൽ ചർച്ചയ്ക്കായി കോൺഗ്രസ് കുന്നമറ്റിൽ ഏറ്റെടുത്ത ഭൂമിയിലേക്ക് ആരോപണം ഉന്നയിച്ച ആളുകളെ അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തു. മുഹമ്മദ് ദാനിഷ്, ന്യൂസ് 1, കൽപ്പറ്റ.